സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ താഴ്മയോടെ കടന്നു വരുന്നു. ഗെത്സമനെ തോട്ടത്തിൽ വേദനയുടെയും ഭാരത്തിൻ്റെയും നടുവിൽ അങ്ങ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളതാണ്, എന്നാൽ ജഡം ബലഹീനമാണ്. മത്തായി 26-41 കർത്താവേ, പലപ്പോഴും ഞാനും ആ ശിഷ്യന്മാരെ പോലെയാണ്. അങ്ങയുടെ വിളി കേൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തണമെന്ന് അറിയുമ്പോഴും എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യണമെന്ന് മനസ്സിലാക്കുമ്പോഴും ജഡത്തിൻ്റെ ബലഹീനതകളാൽ ഞാൻ വീഴുന്നു. അങ്ങയോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ പോലും കഴിയാതെ പോകുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനാൽ കർത്താവെ, എൻ്റെ എല്ലാ അശ്രദ്ധയ്ക്കും ആത്മീയ മന്ദതയ്ക്കും പ്രാർത്ഥനയിലെ അലസതയ്ക്കും അങ്ങിൽ നിന്ന് അകന്നുപോയ എല്ലാ നിമിഷങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. യേശുവേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ. ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസത്തെ ഉണർത്തണമേ. മങ്ങിപ്പോയ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടും ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങളും തിരക്കുകളും എൻ്റെ ഹൃദയത്തെ കീഴടക്കാതെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, പ്രലോഭനങ്ങൾ അനേക രൂപങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. പാപത്തിൻ്റെ ആകർഷണങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, നിരാശ, ഭയം, കോപം, അസൂയ, അഹങ്കാരം, ആത്മീയ അലംഭാവം, ഇവയെല്ലാം എന്നെ അങ്ങിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു. എന്നെ പരീക്ഷകളിൽ വീഴാൻ അനുവദിക്കരുതേ. എൻ്റെ ഹൃദയത്തെ വിശുദ്ധമാക്കണമേ. എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കണ്ണുകളെയും ചെവികളെയും നാവിനെയും കൈകളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാത്തപ്പോൾ പോലും എന്നെ പ്രാർത്ഥനയിലേക്ക് നയിക്കണമേ. ബലഹീനത അനുഭവപ്പെടുമ്പോൾ അങ്ങയുടെ ശക്തി എന്നിൽ വെളിപ്പെടുത്തണമേ. ഞാൻ ക്ഷീണിക്കുമ്പോൾ എന്നെ പുതുക്കണമേ. ഞാൻ വീഴുമ്പോൾ എന്നെ ഉയർത്തണമേ. ഞാൻ വഴിതെറ്റുമ്പോൾ ശരിയായ പാതയിലേക്ക് എന്നെ നയിക്കണമേ. കർത്താവെ, ഈ ലോകത്തിൽ അനേകം ആത്മീയ യുദ്ധങ്ങൾ നടക്കുന്നു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പോരാട്ടങ്ങൾ എൻ്റെ ആത്മാവിനെതിരെ ഉയരുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിജയം പ്രഖ്യാപിക്കുന്നു. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിരസിക്കുന്നു. എൻ്റെ ജീവിതത്തിന്മേലുള്ള എല്ലാ ഇരുട്ടിനെയും ബന്ധനങ്ങളെയും അധികാരം യേശുവിൻ്റെ രക്തത്താൽ തകർക്കപ്പെടട്ടെ. അങ്ങയുടെ വെളിച്ചം എന്നെ ചുറ്റി സംരക്ഷിക്കട്ടെ. യേശുവേ, അങ്ങയോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴല്ല, പ്രയാസങ്ങൾ നിറഞ്ഞ സമയങ്ങളിലും അങ്ങയെ അന്വേഷിക്കുന്ന വിശ്വാസം എനിക്ക് നൽകണമേ. പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമായി മാറട്ടെ. ഓരോ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രലോഭനങ്ങളിൽ നിന്നും അവരെ കാത്തു സൂക്ഷിക്കണമേ. ആത്മീയമായി ഉണർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളായി ഞങ്ങളെ മാറ്റണമേ. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കട്ടെ. സമാധാനവും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ അന്തരീക്ഷം അങ്ങ് സ്ഥാപിക്കണമേ. കർത്താവെ, ഇന്ന് നിരാശയിൽ കഴിയുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. കണ്ണീരോടെ അങ്ങയെ അന്വേഷിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളായവരെ സൗഖ്യമാക്കണമേ. ബന്ധനങ്ങൾ കഴിയുന്നവരെ മോചിപ്പിക്കണമേ. ഭയത്താൽ വിറങ്ങിലിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ധൈര്യം നിറയ്ക്കണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. പ്രലോഭനങ്ങളിൽ വീഴാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശിഷ്യനായി എന്നെ രൂപപ്പെടുത്തണമേ. എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ. എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. എൻ്റെ കണ്ണുകളെ അങ്ങയിലേക്ക് ഉണർത്തണമേ. ഇന്ന് ഞാൻ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. അങ്ങയോടൊപ്പം ഉണർന്നിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എനിക്ക് വേണ്ട ശക്തിയും കൃപയും ആത്മീയ ജാഗ്രതയും അങ്ങ് നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവേ, എൻ്റെ ബലഹീനതകളെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. എൻ്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റണമേ. എൻ്റെ ഭയങ്ങളെ വിശ്വാസമാക്കി മാറ്റണമേ. എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ.
അങ്ങയുടെ പരിശുദ്ധ നാമം എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ. ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരീക്ഷകളിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ അവസാനം വരെ വിശ്വസ്തനായി നിലകൊള്ളുവാൻ കൃപ എനിക്ക് നൽകണമേ. ഇതെല്ലാം എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ.